പത്തനംതിട്ട മേലെ വെട്ടിപ്പുറത്ത് കെട്ടിട നിർമ്മാണ സാമഗ്രികൾ വിൽക്കുന്ന കടയുടെ മുൻവശമാണിത്. ഒരു യുവാവ് റോഡരികിലൂടെ നടന്നു വന്ന് ഓടയിലേക്ക് മൂത്രമൊഴിക്കാൻ തുടങ്ങുകയാണ്. കടയുടെ കോമ്പൗണ്ടിൽ നിന്നിരുന്ന ഇതര സംസ്ഥാന തൊഴിലാളി അവിടെ മൂത്രമൊഴിക്കരുത് എന്ന് പറഞ്ഞു. ഇതിനിടെ യുവാവിന്റെ കൂട്ടുകാർ കാർ പുറകോട്ടെടുത്ത് ഇതര സംസ്ഥാന തൊഴിലാളികളുടെ അടുത്ത് നിർത്തി. ഇതോടെ മൂത്രമൊഴിക്കാൻ പോയ യുവാവിന് ധൈര്യമായി. വെല്ലുവിളിയും തുടങ്ങി. നീ നിന്റെ മുതലാളിയെ വിളിച്ചു ചോദിക്ക് ഞാൻ ആരാണെന്ന് എന്നായി യുവാവ്. ഭായ് മേരെ നാം ദീപു എന്നുകൂടി കാറിൽ കയറി പോകുന്നതിന് മുമ്പ് യുവാവ് ഇതര സംസ്ഥാന തൊഴിലാളിയുടെ സുഹൃത്തിനോട് പറഞ്ഞു. സംഭവം ഇവിടം കൊണ്ട് തീർന്നില്ല. രാത്രിയായപ്പോൾ യുവാക്കൾ കടയുടെ മുന്നിൽ വീണ്ടും എത്തി. ഒരു യുവാവ് കോമ്പൗണ്ടിനകത്ത് കയറി ഇതര സംസ്ഥാന തൊഴിലാളിയുടെ മുറിയിൽ ചെന്ന് ക്രൂരമായി മർദ്ദിച്ചു. ഇതര സംസ്ഥാന തൊഴിലാളി ഉച്ചത്തിൽ നിലവിളിക്കുന്നതും കേൾക്കാമായിരുന്നു. അകത്ത് എന്താണ് സംഭവിക്കുന്നത് എന്ന് നോക്കി കൂടെയുള്ള യുവാവ് റോഡിൽ നിൽക്കുന്നുണ്ട്. ഇതിനിടെ റോഡിൽ ആളുകൂടി. യുവാക്കൾ സ്ഥലം വിടുകയും ചെയ്തു. പശ്ചിമ ബംഗാൾ സ്വദേശി അബ്ദുൾ റഹ്മാനാണ് മർദ്ദനമേറ്റത്. തനിക്കിനി കേരളത്തിൽ ജോലി ചെയ്യാൻ ഭയമാണെന്ന് അബ്ദുൾ റഹ്മാൻ നിസ്സഹായതയോടെ പറഞ്ഞു. എനിക്ക് പേടിയാ. ഞാൻ ഇവിടെ വെളിനാട്ടിൽ വന്നില്ലേ ജോലി ചെയ്യാൻ വേണ്ടി ജീവിക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ എനിക്ക് എങ്ങനെയൊക്കെ ഇതായ ആരായാലും പേടിക്കുമല്ലോ. ഞാൻ ഇതുവരെ വീട്ടിലൊന്നും പറഞ്ഞില്ല. വീട്ടിൽ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഇവിടെ നിൽക്കാൻ പോലും സമ്മതിക്കത്തില്ല. അതുപോലെ വീട്ടിൽ പോയാൽ അവിടെ ഒന്നും കടിച്ചില്ലെങ്കിൽ ജീവിച്ച് നിൽക്കാമല്ലോ. അത്രേ ഉള്ളൂ. കടയുടമ അലിഫ് ഖാനും ഭയന്നാണ് ഇരിക്കുന്നത്. കാര്യങ്ങൾ ഇങ്ങനെയാണെങ്കിൽ തങ്ങൾക്ക് എന്തു സുരക്ഷ എന്നാണ് അലിഫ് ഖാൻ ചോദിക്കുന്നത്. ലക്ഷങ്ങളുടെ സാധന സാമഗ്രികളാണ് കടയിലുള്ളത്. കടയ്ക്ക് നേരെ യുവാക്കൾ ആക്രമണം നടത്തുമോ എന്ന് ഭയമുണ്ടെന്നും അലിഫ് ഖാൻ പറഞ്ഞു. ഞങ്ങൾക്ക് ബിസിനസ് ചെയ്യാൻ പറ്റത്തില്ല. നമ്മൾ 2 ടവർ ബോൾട്ടിന്റെ ബലത്തിൽ വീട്ടിൽ കിടന്ന് ഉറങ്ങുന്നവരാ. അന്നല്ലേ ഇങ്ങനെയുള്ളവന്മാർ വന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇങ്ങനെ നമ്മുടെ വീട്ടിൽ കയറി ആക്രമിക്കത്തില്ലെന്ന് പറയാൻ നോക്കൂ. എന്ത് സെക്യൂരിറ്റിയാണ് ഉള്ളത്? ഈ കട ഞങ്ങൾ വ്യാപാരികൾ ബിസിനസ് ചെയ്യുന്നു, വ്യാപാരം ചെയ്യുന്നു. ലക്ഷങ്ങളുടെ സാധനം, കോടികളുടെ സാധനങ്ങൾ ഇവിടെ ഇട്ടിട്ട് ഞങ്ങൾ വീട്ടിൽ പോകുന്നത്. ഇവിടെ വന്നിട്ട് അടിച്ചു കഴിഞ്ഞാൽ ആര് വരും? ഞങ്ങളെ ആക്രമിച്ചു കഴിഞ്ഞാൽ ആര് വരും? എങ്ങനെ ഇവിടെ തൊഴിൽ ചെയ്യാൻ പറ്റും? എന്ത് ബിസിനസ് സൗഹൃദം, എന്ത് വ്യാപാര സൗഹൃദം ഉണ്ടാകുന്നത്? ഞാൻ ഒരു വ്യവസായി, എന്ത് സൗഹൃദം ഉണ്ടാകുന്നത്? നിസ്സാര കാര്യത്തിന് യുവാക്കൾ ഇങ്ങനെ അക്രമം നടത്തുന്നത് പിന്തുണയ്ക്കാൻ രാഷ്ട്രീയക്കാർ ഉള്ളതുകൊണ്ടാണെന്നും അലിഫ് ഖാൻ വിമർശിക്കുന്നു. അതെ, അവരിങ്ങോട്ട് വന്ന് അടിച്ചു. എൻ്റെ സ്റ്റാഫിനെ വന്ന് ഇവരെ സംഘടിച്ചു വന്ന് മർദ്ദിച്ചു. അപ്പോൾ ഇവരിതൊക്കെ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെ സപ്പോർട്ട് ചെയ്യാൻ ആൾക്കാരുണ്ട്. യാതൊരു കാരണങ്ങളൊന്നുമില്ല. ഇവർ മയക്കുമരുന്നിനും മദ്യത്തിനും അടിമകളാകുകയാണ്, അക്രമം ഉണ്ടാക്കുകയാണ്. എന്നിട്ട് അവർക്ക് രാഷ്ട്രീയമായ സംരക്ഷണം കിട്ടുന്നുണ്ട്. പോലീസിൽ പോയാലും അവർക്കെതിരെ കേസ് എടുക്കുന്നില്ല. ഇപ്പോൾ തന്നെ ഈ പ്രതികൾക്ക് തന്നെ ഒരു 4 കേസ് ഈ പോലീസ് സ്റ്റേഷനിലുണ്ട്. വിഷയത്തിൽ പോലീസ് ശക്തമായി ഇടപെടണമെന്നാണ് വ്യാപാരി അലിഫ് ഖാൻ പറയുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് അജി കൊടുമണ്ണൊപ്പം റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ. ഇൻ റിപ്പോർട്ടർ, പത്തനംതിട്ട.